നമുക്ക് പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളെ നിത്യവും പരിപാലിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പകൽ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിലും സത്തിലും ആരാധിപ്പാതെ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മിഷൻ സൺഡേയായി വേർതിരിച്ച് ആരാധിപ്പാൻ കൃപ ചൊരിഞ്ഞുവല്ലോ. ഞങ്ങളുടെ സഭയുടെ എല്ലാ മിഷനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേക മിഷൻ വയലുകളെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അർത്ഥവത്തായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അനേകരെ അവിടുന്ന് ഒരുക്കണം ബലപ്പെടുത്തുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന ആസാം ജോഷുവാച്ചിനെ അവിടുത്തെ കരങ്ങൾ തരുന്നു. ആത്മാവിന്റെ നിറവുന്ന വചനം ഘോഷിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി ഭവിക്കേണ്ടതിനായിട്ടും പ്രാർത്ഥിക്കുന്നു. സകല ആവശ്യങ്ങളും ദൈവാസനിൽ പരമേൽപ്പിക്കട്ടെ. ആരാധനയിൽ ആദ്യന്തയോളം അവിടുത്തെ കൃപ വ്യാപരിക്കണം. പ്രാർത്ഥന ഏറ്റിരിക്കുക. സ്തോത്രം യേശു മിശിഹായുടെ വലിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്ത്യജനമേ ക്രിസ്തു ഭക്തരായ നാം ക്രിസ്തൻ സുവിശേഷം കീർത്തനം ചെയ്തിടാം, ആർത്തുഘോഷിച്ചിടാം. ക്രിസ്ത്യജനമേ കാരുണ്യവദേവം സർവ്വത്തിനുമേശൻ കാലത്തെ ജാതം ചെയ്തേശു വാസം ചെയ്തിലോകെ ക്രിസ്ത്യജനമേ ദൈവസുതരേശു ലോകരക്ഷിതാവോ കാൽവരി മലയിൽ ശിലുവയിലേറി ബലിനീളം ചിന്തി ക്രിസ്ത്യജനമേ മൃത്യുവിനെഴുന്നു സാത്താനെ തകർത്തു ഉത്ഥാനം ചെയ്തേശു ആരോഹണം ചെയ്തു ആധിപത്യമേറ്റു ക്രിസ്ത്യജനമേ മാലോകരെ കേൾപ്പിൻ ഭൂലോകസുവാർത്ത മൗലികോപദേശം ക്രിസ്തുനാമ കീർത്തി രക്ഷയും സമൂർത്തി ക്രിസ്ത്യജനമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തുവിനും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട
ഞങ്ങളുടെ വീണ്ടെടുപ്പാന കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥം ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യാഥാർത്ഥ്യമറിയുകയും നിന്റെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ച് കാണിക്കുകയും ചെയ്തതിന് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. ദൈവാസന്നിധിയിൽ നമുക്ക് വിനയമായി ആയിരിക്കാം. താഴെയുള്ള പ്രാർത്ഥന, രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാമോനും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനത്തിൽ നിന്ന്, വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദൈവമാർക്കും ഇതേ മഹാരാജാവു തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
55 അധ്യായം 1 മുതൽ 6 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പീൻ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവീൻ. നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദാവീദിൻ്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്തെ അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഇവിടെ 1-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ 146, സാംസ് 146. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക. ജീവനുള്ള ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുഞ്ഞിൽ നിൽക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനേ, നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിപ്പീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. Today's second lesson is taken from the Acts of the Apostles, chapter 10, verses 34 to 43. Acts of the Apostles, chapter 10, verses 34 to 43. Then Peter began to speak. I now realize how true it is that God does not show favoritism, but accepts men from every nation who fear Him and do what is right. You know the message God sent to the people of Israel, telling the good news of peace through Jesus Christ, who is the Lord of all. You know what has happened throughout Judea, beginning in Galilee after the baptism that John preached, how God anointed Jesus of Nazareth with the Holy Spirit and power, and how He went around doing good and healing all who were under the power of the devil, because God was with Him. We are witnesses of everything He did in the country of the Jews and in Jerusalem. They killed Him by hanging Him on a tree, but God raised Him from the dead on the third day and caused Him to be seen. He was not seen by all the people, but by witnesses whom God had already chosen by us, who ate and drank with Him after He rose from the dead.
He commanded us to preach to the people and to testify that he is the one whom God appointed as judge of the living and the dead. All the prophets testify about him that everyone who believes in him receives forgiveness of sins through his name. Here ends the second lesson. ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ. The Gospel according to Saint Matthew, chapter 4, verses 17 to 25. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുൻപോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികൾ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നയനവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദക്കാപ്പൊലി, യെരുശലേം, യഹൂദിയ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്നും വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഭൂവിലെങ്ങും നിങ്ങൾ പോയി ഘോഷിച്ചിടുവിൻ. സർവസൃഷ്ടികൾക്കുമുള്ള ഈ സുവിശേഷം സർവഭൂമികളിലും സർവാധികാരമെൻ കൈകളിൽ ഞാനുണ്ട്, നിങ്ങളൊന്നിച്ചെന്നുമേ. ഭൂതലത്തിൽ നിങ്ങളെയും ഞാനയക്കുന്നു. സർവഭൂമികളിലും സർവാധികാരമെൻ കൈകളിൽ ഞാനുണ്ട്, നിങ്ങളൊന്നിച്ചെന്നുമേ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പരിശുദ്ധ ആരാധനയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അവസരം നൽകിയ പ്രിയ അച്ഛനോടും സഭയുടെ എല്ലാ ചുമതലക്കാരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ പരിശുദ്ധ ദിവസം മിഷൻ സൺഡേയായി ആചരിക്കപ്പെടുകയാണല്ലോ. അതോടൊപ്പം തന്നെ ലോകവ്യാപകമായി ഫ്രീഡം സൺഡേ എന്ന പേരിലും ഈ ദിവസം ആചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇന്നത്തെ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സസ് 28. അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനെന്നോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ച് തന്നിരിക്കുന്നു. മിഷൻ, ദൗത്യം എന്നത് ഒരു സാർവത്രികമായ ഒരു ചിന്തയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മിഷൻ, ഗുഡ് ന്യൂസ് ടു ഓൾ, അത് എല്ലാവരോടുമുള്ള സുവാർത്തയാണ്. മിഷൻ ഈസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയമെന്നാണ് മിഷനെക്കുറിച്ച് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നേരിട്ട് നടത്തുന്ന പ്രവർത്തനമാണ് മിഷൻ പ്രവർത്തനം. മറ്റുള്ളവരുമായി ദൈവത്തിൻ്റെ ഇടപെടലുകളെ വ്യക്തമായി നിർവചിക്കപ്പെടുന്ന വേദഭാഗങ്ങൾ വചനത്തിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ഈ ദൗത്യം നിർവഹിക്കുവാനായി ദൈവം ദൗത്യ നിർവഹകരെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരെ തൻ്റെ ദൗത്യത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്ന വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മത്തായി 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നോടുകൂടെ ആ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളായിത്തീരുവാൻ തൻ്റെ ശിഷ്യരെ കർത്താവ് നേരിട്ട് വിളിച്ച് അവരെ വേർതിരിക്കുന്ന വാക്യമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അത് മനുഷ്യരായിരിക്കുന്ന നമ്മളിലൂടെ ദൈവം ഈ ലോകത്തിൽ നിർവഹിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ മിഷൻ പ്രവർത്തനം, ഈ ദൗത്യ നിർവഹണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഇന്ന് വായിച്ചു കേട്ട ലേഖന വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം നമ്മൾ വായിക്കുന്ന അവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ഒരു ദർശനം കാണുന്നതിന് മുൻപേ തന്നെ കൊർന്നല്യോസ് എന്ന ശതാധിപൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ദൈവം അവന് ഒരു അവസരം നൽകുന്നു. ഈ കൊർന്നല്യോസ് പത്രോസിൻ്റെ അടുക്കൽ ആളെ അയച്ച് അവനെ ക്ഷണിക്കുന്നതിന് മുൻപേ തന്നെ പത്രോസിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ആലോചന കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ നമ്മൾ കാണുന്നത് പത്രോസ് ദർശനം കണ്ടുകൊണ്ട് ഇതുവരെയും പത്രോസിൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യാതിരിക്കുന്നതാകുന്ന ഒരു മേഖലയിലേക്ക് ക്രിസ്തുവിൻ്റെ ദൗത്യവുമായി ഇറങ്ങിപ്പുറപ്പെടുവാൻ ദൈവം പത്രോസിന് ദർശനം നൽകുന്നതാണ് നമ്മൾ അവിടെ വായിച്ച് കേൾക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ
ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശിമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിൽക്കുന്നു. പത്രോസ് വ്യക്തമായി തൻ്റെ ജീവിതത്തിൽ ദർശനം കണ്ടതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ദൗത്യവുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. ഇതുവരെയും ജാതികളോട് സുവിശേഷം അറിയിക്കാതെ യഹൂദന്മാരുടെ ഇടയിൽ ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തികളെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്ന പത്രോസിന് ഇതാ പുതിയ ഒരു ദൗത്യം ലഭിക്കുകയാണ്. ഒരു അന്യജാതിക്കാരൻ്റെ ഇടയിലേക്ക് ദൈവിക ദൗത്യവുമായിട്ട് താൻ പുറപ്പെടണം എന്നുള്ളതാകുന്ന ഒരു ദർശനം. അതുകൊണ്ട് ഒന്നാമതായിട്ട് നാം ചിന്തിക്കുന്ന അവസരത്തിൽ മിഷൻ ആരംഭിക്കുന്നത് ദർശനത്തിൽ നിന്ന് ആയിരിക്കും. വിഷൻ ഉള്ളവർക്ക് മാത്രമേ മിഷൻ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുവരെയും തനിക്ക് ലഭിക്കാതിരുന്ന ഒരു പുതിയ ദർശനം പത്രോസിന് ലഭിക്കുക. ഭൂമിയിലും ആകാശത്തിലുമുള്ളതാകുന്ന സകല പക്ഷിമൃഗാദികളെയും ഒരുമിച്ചുള്ളതാകുന്ന ഒരു തുപ്പട്ടിയിൽ പത്രോസിൻ്റെ അടുക്കലേക്ക് ദർശനത്തിൽ ഇറക്കി കൊടുക്കുമ്പോൾ ദൈവം പറയാണ്, നീ ഇത് എടുത്ത് ഭക്ഷിക്കുക. അശുദ്ധമായത് ഭക്ഷിക്കരുത് എന്നുള്ളതാകുന്ന തൻ്റെ ജീവിത തത്വത്തിൽ നിന്നും പൗലോസ് വ്യതിചലിക്കാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ ദൈവം പത്രോസിനോട് പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് പറയരുത്. തനിക്ക് ലഭിച്ചതാകുന്ന പുതിയ ഒരു ദർശനം. ഈ ദർശനത്തിൻ്റെ അവസാന ഭാഗത്ത് ദർശനം കഴിയുമ്പോൾ ഇതാ കൊർന്നല്യോസ് അയച്ചതാകുന്ന ആൾക്കാർ പത്രോസിൻ്റെ വീടിൻ്റെ പടിക്കൽ വന്ന് നിൽക്കുന്നു. ഇവിടെ നിന്ന് പത്രോസ് കടന്നു ചെന്നിട്ട് തൻ്റെ കൂടെ വന്നവരോട് യാത്ര ചെയ്ത് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോഴാണ് പത്രോസ് പറയുകയാണ്, അവിടെ കൂടിയിരുന്ന സകലരോടും പറയുകയാണ്, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരു യഹൂദനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുവാനായിട്ടാണ് എനിക്ക് ദൈവം നൽകിയിരിക്കുന്നതാകുന്ന ഒരു ദർശനം. അവിടെ നമ്മൾ പിന്നീട് വായിക്കുന്നെങ്കിലും ഒരു മനുഷ്യനെ മലിനനോ അശുദ്ധനോ എന്ന് പറയരുത് എന്ന് ദൈവം എനിക്ക് കാണിച്ച് തന്നിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദർശനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാകുന്ന എൻ്റെ ജീവിത പ്രവർത്തനം, എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ജാതികളായിട്ടുള്ളവരോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഒരു കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പത്രോസ് താൻ സുവിശേഷം പറയുവാനായിട്ട് ഇടയായിത്തീർന്ന ആ ദൗത്യം, ആ മിഷൻ ആരംഭിക്കുന്നത് ഒരു ദർശനത്തിൽ നിന്ന് ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ദർശനം എവിടെയുണ്ടോ അവിടെ നിന്ന് മിഷൻ ആരംഭിക്കുന്നു. വിഷൻ ആണ് മിഷൻ്റെ ബേസ് എന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ ദൗത്യം സാർവത്രികമാണ്, യൂണിവേഴ്സൽ കൺസെപ്റ്റാണ്. അത് സർവരോടുമുള്ളതാകുന്ന ദൈവത്തിൻ്റെ സദ്വർത്തമാനമാണ്, സുവാർത്തയാണ് ഈ മിഷൻ എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ ജീവിത കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകുന്നതാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ദൗത്യങ്ങളിലേക്ക് വിളിക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ ക്രിയാത്മകമായ പ്രവർത്തനം എന്ന് പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന വിഷൻ, അതിലൂടെയാണ് നമുക്ക് അതിൻ്റെ പ്രവർത്തന പന്താവിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നത്, ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ സഭയായി ഈ മുംബൈ പട്ടണത്തിൽ ചെയ്തു വരുന്നതാകുന്ന ഒരു മിഷൻ പ്രവർത്തനം, അത് ഒരു വിഷൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു കൂട്ടം നിർധനരും നിലാരംബരുമായിരിക്കുന്ന ഒരു സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ളതാകുന്ന ഒരു മിഷൻ പ്രവർത്തനം. നാം അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വലിയ ഒരു ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ ചെറിയ ഒരു ദൗത്യമായിട്ട് ഇതിനെ ഏറ്റെടുക്കുന്നത്. ഇന്നത്തെ സാമൂഹിക സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വർക്ക് ഫ്രീ ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടനയുടെ
കണക്കനുസരിച്ച് പറയുന്നത് ഇന്ന് ലോകത്തിൽ 4.3 crore ജനങ്ങൾ മനുഷ്യക്കടത്തിൻ്റെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഇരകളാണ് എന്നുള്ള ഒരു വലിയ നഗ്നസത്യം നമ്മുടെ മുൻപാകെ നിൽക്കുകയാണ്. അതിൽ 1.83 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനങ്ങളാണ്, ഇന്ത്യയിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കൈലാഷ് സത്യാത്രി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ വിശകലനം അനുസരിച്ച് $360 മില്യൺ ഒരു വർഷം ഇതിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 22 ലക്ഷം കോടി രൂപയാണ് ഇതിൻ്റെ വരുമാനമായിട്ട് ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറങ്ങൾ സംഭവിക്കുന്നത്? മനുഷ്യൻ തന്നെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി മറ്റുള്ള മനുഷ്യനെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ധാരാളം മനുഷ്യർ അവരുടെ ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെട്ട് നിരാലംബരായി തീർന്നുകൊണ്ടിരിക്കുന്നു. അവർ ഇന്ന് പലരും മറ്റുള്ളതാകുന്ന മനുഷ്യനെ വിൽക്കുന്നതാകുന്ന അല്ലെങ്കിൽ മനുഷ്യക്കടത്തുകളുടെ ഇരകളായി ഇന്ന് മനുഷ്യർ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതാകുന്ന സാമൂഹ്യ പഠനങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതാകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളുടെയും പിന്നാമ്പുറങ്ങളിൽ നാം താമസിക്കുന്ന നമ്മുടെ ഭവനം, ധരിക്കുന്ന വസ്ത്രം, കഴിക്കുന്ന ഭക്ഷണം, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ അടിമത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വസ്ത്രനിർമ്മാണ മേഖലയിൽ, ഫാഷൻ വസ്ത്രങ്ങളുടെ നിർമ്മാണ മേഖലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ അടിമത്വം നിലനിൽക്കുന്ന, ചെയ്യുന്ന ജോലിക്ക് അനുയോജ്യമാകുന്ന വേതനം ലഭിക്കാതെ അടിമകളെ പോലെ പണി ചെയ്യുന്ന ഒരു മേഖലയാണ് വസ്ത്രനിർമ്മാണ മേഖല. അങ്ങനെയാകുന്നുവെങ്കിൽ അടിമത്വവും വികസനവും ഒരുമിച്ച് നിലനിൽക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രവിശ്യയുടെ വികസനത്തിനായി ലക്ഷക്കണക്കിന് ആളുകളെ ഇപ്രകാരം അടിമകളെ പോലെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി നിലനിൽക്കുമ്പോൾ ആ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ആ രാജ്യത്തെ, ആ ലോകത്തെ, ആ സമൂഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇത് ഒരു ചോദ്യമായി നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കട്ടെ. അങ്ങനെയാകുന്നുവെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അടിമത്തത്തിലായിരുന്ന തൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ദൈവം കേട്ട് ദൈവം വിമോചകനെ അയക്കുന്നതായിട്ട് നമുക്ക് വേദഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ തീർച്ചയായും ഈ അടിമത്വത്തിനെതിരെ ശബ്ദിക്കേണ്ടതാകുന്ന ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുക. ഈ മനുഷ്യ കടത്തുകൾ അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇത് ഒരു വലിയ ഒരു വിഷയമാണ്, ഒരു മേഖലയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതാകുന്ന വിഷൻ എന്ന് പറയുന്നത്. ഷാലോം മിഷൻ്റെ വിഷൻ എന്ന് പറയുന്നത് എ വിഷൻ ടു ഇറാഡിക്കേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇൻ ദിസ് ജനറേഷൻ എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ വിഷൻ. ഈ വിഷൻ എന്ന് പറയുന്നത് വലിയ ഒരു മേഖലയാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ വിഷനിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഷാലോം മിഷൻ എന്ന് പറയുന്നതിൽ ഞാൻ വളരെ ദൈവ അനുഗ്രഹത്തോടെ, ദൈവബോധ്യത്തോടുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. സമൂഹത്തിലെ ഏറ്റവും അധികം തിരസ്കരിക്കപ്പെടുന്നതാകുന്ന ഒരു കൂട്ടം സ്ത്രീ സമൂഹത്തെ വീണ്ടെടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ഭാഗവാക്കുകളാക്കി തീർക്കുന്ന ഒരു ദൗത്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു ദൗത്യം ഇത് ദൈവത്തിൻ്റെ പ്രവർത്തിക്കുന്ന ഹൃദയസ്പന്ദനമാണ്. മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്പന്ദിക്കുന്ന ഹൃദയമാണ്. ദൈവത്തിൻ്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തിൻ്റെ ആ പ്രവർത്തകരായി നമ്മൾ തീരുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനത്തെ നമ്മൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ നമ്മളായിരിക്കുന്ന ഈ ജീവിത സാമൂഹ്യ ചുറ്റുപാടുകളിൽ അനേകം മാറ്റങ്ങൾ സംഭവിപ്പാൻ ഇടയായിത്തീരും. വ്യക്തികളായി നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും, സഭയ്ക്ക് മാറ്റം സംഭവിക്കും. 4 ഭിത്തിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല സഭ.
പുറപ്പെട്ടു പോകുവാൻ ദൈവം വിളിച്ച് അഭിഷേകം ചെയ്തിരിക്കുന്നതാകുന്ന സഭ ദൈവത്തിൻ്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് നാം ഇറങ്ങി വരുന്നു എങ്കിൽ നാളെ ഈ സമൂഹം, ഈ കമ്മ്യൂണിറ്റി തീർച്ചയായും നമ്മളിലൂടെ അനുഗ്രഹത്തിന് ഇടയായിത്തീരും. അനേക വ്യക്തി ജീവിതങ്ങൾക്ക്, അവരുടെ ജീവിതത്തിന് ഇത് ഒരു മുതൽക്കൂട്ടായിത്തീരും. അതുകൊണ്ട് ദൈവവചനം നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത് പോലെ കരയുന്ന, നിലവിളിക്കുന്ന, അടിമകളെപ്പോലെ ജീവിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു വിടുതലായി തീരുവാൻ നമ്മളുടെ ആരാധനയും നമ്മുടെ കൂടിവരവുകളും നമ്മുടെ ആത്മീയ ജീവിതവും അതിന് ഒരു മുഖാന്തരമായി തീരട്ടെ. അതിനായി നമ്മളെ സഭയായി ദൈവം അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ നമുക്ക് ഏറ്റു ചൊല്ലാം. സർവശക്തപിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉത്പാദപ്പെട്ടു ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നമ്മൾ ജയിലിലെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിറന്നാൾ കൊണ്ടാടുന്നവരെയും വിവാഹവാർഷികം കൊണ്ടാടുന്നവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഏൽപ്പിക്കാം. യഹോവ എനിക്കു ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവന് എന്തോ പകരം കൊടുക്കും. ഞാൻ യഹോവയ്ക്കു എന്റെ രക്ഷകളെ അവന്റെ സകല ജനങ്ങൾക്കാകെ കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. ഞാൻ യഹോവയ്ക്കു എന്റെ രക്ഷകളെ അവന്റെ സകല ജനങ്ങൾക്കാകെ കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കഴിഞ്ഞൊരാഴ്ചയിൽ പിറന്നാൾ വാർഷികം കൊണ്ടാടുന്നവരെ പ്രാർത്ഥനയെ ഏൽപ്പിക്കുന്നു. വന്നുചേരാവുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും വിടുവെച്ച് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിപ്പാൻ ക്രിസ്തീയ സാക്ഷ്യം ഉൾക്കൊണ്ട് ജീവിപ്പാൻ കൊടുത്ത എല്ലാ കൃപകൾക്കുമായിട്ട് നന്ദി കരയേറ്റുന്നു. പിറന്നാൾ കൊണ്ടാടുന്ന എല്ലാവരെയും സഭയായിട്ട് ഏൽപ്പിക്കുന്നു. പുതുവർഷം അവിടുത്തെ നന്മകളാൽ നിറയ്ക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതയാത്രയിൽ അവിടുന്ന് മുൻപിടണം പിൻപിടുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിൻമറവിൽ വസിപ്പിക്കുന്ന പോലെ അവിടുത്തെ വിസ്താരമേറിയ സംഘച്ചെറുവിൽ പ്രിയമുള്ളവരെയൊക്കെയും ചേർത്ത് കൊള്ളേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വാർഷികം കൊണ്ടാടുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ സാക്ഷ്യത്തോടെ തുടർന്ന് ജീവിപ്പാൻ ഉയരത്തിലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മാതൃക കുടുംബങ്ങളായി ജീവിപ്പാൻ അനേകർക്ക് അത് പ്രയോജനമായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിൽ വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോൾ വിശ്വാസത്തോടും പ്രത്യാശയോടും പ്രിയ കുടുംബങ്ങൾക്ക് മുന്നേറുവാൻ കർത്താവ് തന്നെ എപ്പോഴും സഹായകനായിരിക്കേണ്ടതിനായിട്ട് യാചിക്കട്ടെ. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട കുടുംബമെന്ന ഉത്തമബോധ്യത്താൽ സഭയിലും സമൂഹത്തിലും നിലനിൽപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ടെ. ദൈവരങ്ങളിലെ കുറേ ആവശ്യം കൂടി ഞങ്ങൾ പിറന്നാൾ കൊണ്ടാടുന്ന വിവാഹവർഷം കൊണ്ടാടുന്നവരെ ഏൽപ്പിക്കുന്നു. ഉയരത്തുനിന്ന് അവിടുന്ന് കടാക്ഷിക്കണമേ. അവിടുത്തെ വലങ്കരം വെച്ച് ആശീർവദിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു മിശിഹായുടെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.
നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം പിറന്നാൾ കൊണ്ടാടുന്നവരോടും വാവാർഷികം കൊണ്ടാടുന്ന കുടുംബങ്ങളോടും ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിനായി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തികളും നിങ്ങന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ദൈവങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാര ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ദൈവങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ചു വരുപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവ് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഇന്ന് മിഷൻ സൺഡേ ആയിട്ട് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാന്, മിഷൻ സൺഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുവാന് സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം. ക്രിസ്ത്യൻ മിഷൻ ഈസ് ഫോളോയിങ് ക്രൈസ്റ്റ് കോൾ by sharing the gospel with the lost world through God's wisdom and strength. Christian mission is proclaiming Christ. സകല ജാതികളോടും സുവിശേഷം അറിയിപ്പാനുള്ള ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തു. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലെന്നും സമൃദ്ധിയായ ജീവനും നിത്യ സന്തോഷവും ക്രിസ്തുവിൽ കൂടെ മാത്രം ലഭിക്കുന്നുവെന്നും വിളിച്ചറിയിപ്പാനാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ സഭകൾ ഏറ്റെടുത്ത് നടത്തുന്ന മിഷൻസ് ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മധ്യകേരള ഡയസിസിലെ പല മിഷൻസ് ഉണ്ട്. ആശാഭവന്, ജുവൽ ബോക്സ്, സെന്റ് മോണിക്കാസ് ഹോം, ആന്ധ്ര മിഷൻ, മൈസൂർ മിഷൻ, ഇൻ അഡീഷൻ ടു ദാറ്റ് ഒറീസ മിഷൻ, പിന്നെ ബിലായി മിഷൻ, ചെർക്കാരി മിഷൻ, അങ്ങനെയൊക്കെ പല സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെയും കർത്താവിൻ്റെ വേല നടക്കുന്നതിനും അനേകം ആളുകൾ കർത്താവിനെ കാണുന്നതിനുമായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. CNI ഡയസിസിലും പല പ്രൊജക്ട്സ് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പാൽഗറിലും വാടായിലുമൊക്കെ നടക്കുന്ന മിഷനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ശാലോം മിഷനെ നമുക്ക് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കാം. ശാലോം മിഷന്റെ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വാങ്ങണിയിലെ 6 പെൺകുട്ടികളെ റീഹാബിലിറ്റേഷന് വേണ്ടി എടുത്തിട്ടുണ്ടല്ലോ. കർജ്യത്തിൽ നേരത്തെ ഉള്ള 12 ഇൻമേറ്റ്സും ഉണ്ട്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം ആത്മീക രക്ഷയ്ക്കായും പ്രാർത്ഥിക്കാം. എബനേസർ ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഓർത്തും ചേരി പ്രദേശത്ത് 9 സ്ഥലങ്ങളിലായി നടക്കുന്ന വേലയെയും പഠിപ്പിക്കുന്ന 118 സ്റ്റുഡൻസിനെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്തും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എവ്രി ചർച്ച് ഷുഡ് ഹാവ് എ വിഷൻ ഫോർ എ മിഷൻ ഫോർ ഇറ്റ്സ് ഗ്രോത്ത്. ഒരു സഭയും ഒരു മിഷന് വേണ്ടിയുള്ള ഒരു വിഷൻ ഇല്ലാതെ വളർച്ചയിൽ വരത്തില്ല. A church without a mission will fail to bring souls to the kingdom. അതുകൊണ്ട് നമുക്ക് മിഷനെ ഒക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്നവരായി സഭയിലെ എല്ലാ മെമ്പേഴ്സും കുടുംബങ്ങളും
ആയിത്തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വചനം സംസാരിച്ച ബഹുമാനപ്പെട്ട സാമൻ ജോഷുവ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മിഷന് വേണ്ടി 24/7 ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന അച്ഛനെ ദൈവം അധികം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആഴ്ചയിലെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി കൊണ്ടാടിയ പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗീയ ചൈതന്യം കൊണ്ട് അവരെ നിറച്ച് നടത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയ ഭവനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശാന്തമ്മയും സഞ്ജയ്, അജയ്, ദീപ അവരുടെ കുടുംബങ്ങളെയും, അതുപോലെ കർത്താവെ റോയ്സനെയും നിഷയെയും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വ ആശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവെ ആശ്വസിപ്പിക്കണമേ, നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന അവർക്ക് കോട്ടയും മതിലുമായിരിക്കട്ടെ. പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മിസ്റ്റർ ജോർജ് ഉമ്മനെ, ഐസക് ബാബു, KJ ജോസഫ്, മറിയാമ്മ ജോസഫ്, അന്നമ്മ ഫിലിപ്പ്, അന്നമ്മ ജേക്കബ്, ഇവരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദൈവസന്നിധിയിൽ അവരെ വീണ്ടും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഹോം ക്വാറന്റൈനിലായിരിക്കുന്ന പ്രിയ സഹോദരൻ തോമസ് ഫിലിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിടുതലും സൗഖ്യവും കൽപ്പിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. സൗഖ്യമാക്കുന്ന യഹോവേ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അച്ഛനെയും കുടുംബത്തെയും, സാമൻ ജോഷുവ അച്ഛനെയും കുടുംബത്തെയും, നമ്മുടെ എല്ലാ സഭാവിഭാഗങ്ങളെയും, പ്രത്യേകിച്ച് സെന്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോക്ക്ഡൗൺ മൂലം വളരെ പ്രതികൂലത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ കോവിഡ് കേസസ് വളരെ വർദ്ധിക്കുക ഡേ ബൈ ഡേ. മഹാരാഷ്ട്രയിലെ അതിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. ഇന്നത്തെ സ്റ്റേറ്റില് ഇന്നത്തെ പത്രം അനുസരിച്ച് 11,45,840 കേസസ് ഉണ്ട്. അതില് കുറെ 8 lakhs-ഓളം റിക്കവേർഡ് ആയതാ. എന്നാൽ 31,351 പീപ്പിള് ഈ ലോകത്തോടെ ഈ കോവിഡ് കാലത്ത് കോവിഡ് മൂലം മരണമടഞ്ഞു എന്ന് നമ്മൾ അറിയുന്നു. അതിലെ പല ഡോക്ടേഴ്സ് ഉണ്ട്, പോലീസ് ഓഫീഷ്യൽസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എത്ര കുടുംബങ്ങള് നെടുവീർപ്പിലായിരിക്കുന്നു. നമുക്ക് കണ്ണുനീരോടെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. അതെ, ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുന്ന, ഹോം ക്വാറന്റൈനിലായി ഒക്കെ ആയിരിക്കുന്ന പേഷ്യൻസ്, മെഡിക്കൽ ഫ്രാറ്റേണിറ്റിയെ, മറ്റ് അത് കഷ്ടപ്പെടുന്ന പേഷ്യൻസിനെ, അവരുടെ കുടുംബങ്ങളെയും ശുശ്രൂഷിക്കുന്നവരെയും ഹോസ്പിറ്റൽ അതോറിറ്റീസിനെയും ഒക്കെ ഓർത്ത് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ എത്ര കുടുംബങ്ങൾ ഇപ്പോൾ കഴിയുന്നു. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും നെടുവീർപ്പിലും കൂടെ എത്ര വ്യക്തി ജീവിതങ്ങൾ കഴിയുന്നു. നമുക്കൊരു മനസ്സോടെ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് സുവിശേഷ വേലയും വേലക്കാരെയും ഈ മിഷൻ സൺഡേയിൽ ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങള് അങ്ങേ പാദപീഠത്തെങ്കിലേക്ക് അടുത്തു വന്ന് അങ്ങേ കണ്ണിലേക്ക് കണ്ണുയർത്തി നോക്കുക. കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, മനസ്സലിയണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേലെ അവിടുന്ന് അധികാരം എടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയായിട്ട്, അതേ ഇൻഡിവിജ്വലായിട്ട്, അതേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്ന എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുക. കർത്താവെ, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കേണ്ട അവസരങ്ങൾ ഇതാകൊണ്ട് നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷണറീസും മിഷൻ ഫീൽഡും ഒക്കെ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രാപ്തരാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയും ദൈവ സഹായവും ആവശ്യമാണെന്ന് നാം അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം മിഷൻ ഫീൽഡ്സിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് അധികാരികള മഹാ ഇടവകയും CNI ഡയസസും ഒക്കെ നടത്തുന്ന എല്ലാ വേലകളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലതിനെയും നമ്മൾ മുമ്പിൽ പ്രതിപാദിച്ചല്ലോ.
അതെല്ലാം ദൈവസന്നിധിയിൽ വെക്കാം. ശാലോം മിഷനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. സാമൻ ജോഷുവാച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലെ പുതിയതായിട്ട് റീഹാബിലിറ്റേഷന് വേണ്ടി അതേ വാങ്ങണിയിൽ കൊണ്ടുവന്നിരിക്കുന്ന 6 പെൺകുട്ടികളെയും വർജ്യത്തിലുള്ള 12 പേരെയും ആ ഇൻമേറ്റ്സിനെ അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ റീഹാബിലിറ്റേഷൻ ഒക്കെ നന്നായിട്ട് നടക്കണം. എന്നാൽ അവരുടെ ആത്മാക്കൾ എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ളത് നമ്മുടെ വലിയ പ്രാർത്ഥനാ വിഷയമായി തീരുന്നതിനായിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും സാമൻ ജോഷുവാച്ചനെയും കുടുംബത്തെയും അതേ സെന്റ് മേരീസിലുള്ള എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിക്കണേ, അനുഗ്രഹിക്കണേ, അവിടുത്തെ കൃപയിൽ പൊതിയണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികളെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവർക്കെല്ലാവർക്കും പ്രത്യേകമായ കരുതലും സ്നേഹവും ദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ലോകത്തെങ്ങും സമാധാനമില്ല. നമ്മുടെ അതിർത്തിയിലൊക്കെയും പിന്നെയും പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ദേശത്ത് സമാധാനം തരണേ. ലോക സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പം ബിഷപ്പ് ഇലക്ഷനൊക്കെ നടക്കുകയാണല്ലോ. അവിടെ എല്ലാം കർത്താവെ മാതൃകാപരമായിട്ട് അതെല്ലാം തീരുന്നതിന് എല്ലാം കർത്താവ് എല്ലാവരും പറയണം, വളരെ ഡീസൻ്റായിട്ട്. അതെ, പോലീസുകാർ പറഞ്ഞെന്ന് കേട്ടു, ഞങ്ങളെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ ഇതെല്ലാം പീസ്ഫുള്ളായിട്ട് നടത്തിയല്ലോ എന്ന്. കർത്താവെ, അങ്ങനെ തന്നെ മുന്നോട്ട് കാര്യങ്ങളെല്ലാം പോകുവാന് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അവിടുന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണേ, മനസ്സലിയണമേ. സഭയോട് കർത്താവെ, സമുദായത്തോട് എല്ലാം ഞങ്ങൾക്ക് കടപ്പാടുണ്ടെന്ന് ഓർക്കുവാന് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച് നടത്തിയ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, കർത്താവെ, സ്നേഹിതരെ, ബന്ധുക്കളെ ഒക്കെ ദൂരദേശത്തും എല്ലായിടത്തും ആയിരിക്കുന്നുണ്ട്. അവിടെയൊക്കെയും സെക്കൻഡ് വേവ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ കർത്താവെ, അവിടുത്തെ കൃപയുടെ വിസ്താരമേറിയ ചിറകടിയിൽ ഓരോരുത്തരെയും മറയ്ക്കണേ. എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ രക്തത്താലെ മുദ്രയിട്ട് സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ നന്മകൾ എല്ലാവർക്കും പകരണേ. പ്രതികൂലത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവർക്കെല്ലാം അവിടുന്ന് ആശ്വാസം പകരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിലെ കർത്താവെ എൽഷദായുടെ മാറോട് ചേർന്ന് ഇരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ. എല്ലാ നാമത്തിലും മേലായ അവിടുത്തെ നാമം മഹത്വം എടുക്കണം. ബലഹീനയായ അടിയനെയും കരങ്ങളിൽ വെക്കുന്നു. ഇത്രത്തോളം സഹായിച്ച് നടത്തിയ കർത്താവെ, തുടർന്ന് ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂട്ടായ്മ ആചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എല്ലാം തിരുമേനിക്ക് തരിക. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം. യാചനയ്ക്ക് മറുപടി തരുവാൻ അങ്ങയ്ക്ക് മനസ്സായതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്കായിട്ട് ജീവനെ വെച്ച അരുമരക്ഷകന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട ഉത്തരമരളണം പിതാവേ, ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരണങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കാട്ടും ആർദ്രകരണയ്ക്കാട്ടും ഞങ്ങൾ നിനക്ക് മുഖാവനും മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സലനയ്ക്ക് വേണ്ടിയും എല്ലാറ്റിനും മേല ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചൂടാത്ത സ്നേഹത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവങ്ങളും മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുന്നതിന് നിന്റെ സകല കരുണകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനമോത്വവും കലാവസാനം കൊടുക്കുന്നതായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരാ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവ് യേശു മെസ്സിയ മൂലം കൃപ അരുളണമേ. ആമേൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മായ
സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. വിശ്വാസികളെ വിശ്വാസികളെ ഉയർത്തിയിടുവിൻ ജയത്തിൻ കൊടികൾ എക്കാലം എക്കാലം ധ്വനിപ്പാൻ കാലമായി എക്കാലം എക്കാലം ധ്വനിപ്പാൻ കാലമായി മൽപ്രിയൻ വരുന്നു മൽപ്രിയൻ വരുന്നു. നിരന്നിടുവിൻ നിരന്നിടുവിൻ ഓർവീരരായി നാം സുധീരരായി നാം ധരിപ്പിൻ ധരിപ്പിൻ സർവായുധവർഗം ധരിപ്പിൻ ധരിപ്പിൻ സർവായുധവർഗം ആത്മാവിൽ ധരിപ്പിൻ ആത്മാവിൽ ധരിപ്പിൻ. സമാധാനമാം സമാധാനമാം സുവിശേഷം ധരിപ്പിൻ കാലിനു ധരിപ്പിൻ എല്ലാറ്റിനും മീതെ തീയമ്പെ കെടുപ്പിൻ എല്ലാറ്റിനും മീതെ തീയമ്പെ കെടുപ്പിൻ തീയമ്പെ കെടുപ്പിൻ തീയമ്പെ കെടുപ്പിൻ. ക്ഷീണം തീർന്നു പോം ക്ഷീണം തീർന്നു പോം ക്ഷീണങ്ങൾ തീർന്നു പോം മൽപ്രിയൻ വരുമ്പോൾ ആനന്ദം ആനന്ദം നിത്യാനന്ദമുണ്ട് ആനന്ദം ആനന്ദം നിത്യാനന്ദമുണ്ട് ജയം നമുക്കുണ്ട് ജയം നമുക്കുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വിശുദ്ധ ദിവസം പകൽ സമയം ഞങ്ങൾ ശ്രവിച്ചതായ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തന്നായ സാം ജോഷ് വാച്ചനായി പ്രാർത്ഥിക്കുന്നു. ഷാലോം മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അച്ഛനെ ഒരുക്കിയല്ലോ. സമൂഹത്തിൽ ചൂഷണത്തിന് വിധേയമായി തീർന്ന കുഞ്ഞുങ്ങൾക്ക് ഒരഭയകേന്ദ്രം ഒരുക്കുവാൻ നിൽക്കുന്ന ഷാലോം മിഷനെ ഇത്രത്തോളം ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അതിൽ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയതായ പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അടിയങ്ങൾ ഫലമേൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ഇതപ്രകാരം പ്രവർത്തിപ്പാന്നൊക്കെ ഞങ്ങളെല്ലാം അവിടുന്ന് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. CNA സഭയുടെ മിഷൻ വയലുകളെ ഏൽപ്പിക്കുന്നു. മധ്യകേരള മഹായുടെ മിഷൻ വയലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. സഹോദര സഭയുടെ മിഷൻ വയലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറിമാരെയും ഫലമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നതാ. ഒരുപോലെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന ആ മിഷനൊക്കെയും അനേകർക്ക് ആത്മീയ വർധനവിന് മുഖാന്തരമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേകരെ നേടിയെടുപ്പാന്നൊക്കണം
ഈ മിഷൻ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണം. ബലഹീന അടിങ്ങളുടെ പ്രാർത്ഥന ഏറ്റിരിക്കുക. സ്തോത്രം. യേശു മിശിഹായുടെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.